പ്രിയ സുഹൃത്തുക്കളെ നമസ്തേ. കഥയിലെ കാര്യം എന്നതിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിലെ വളരെ ശ്രദ്ധേയമായ കഥകളിലൊന്നാണ് രുക്മിണി സ്വയംവരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ തൻ്റെ വരനായി അല്ലെങ്കിൽ നാഥനായി സങ്കല്പിച്ചുകൊണ്ട് രുക്മിണി ഭഗവാനെ സ്വയം വരിക്കുന്നു. അതിനുവേണ്ടി അവർ സ്വീകരിക്കുന്നത് മാർഗം തൻ്റെ സഹോദരങ്ങളിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെ വ്യതിരിക്തമായി ഒരു ബ്രാഹ്മണനെ, ഗുരുതുല്യനായ ഒരാളിനെ കാര്യമറിയിച്ച് ഭഗവാനെ കാര്യമറിയിക്കുന്ന ഭഗവാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് സപ്താഹവേദികളിലൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള വിവാഹമായി അതിനെ വ്യാഖ്യാനിക്കുന്നു. വേഷം കെട്ടിച്ച് കുട്ടികളെയും മറ്റും വേഷം കെട്ടിച്ച് രുക്മിണി സ്വയംവരം നടത്തുന്നു, ഭഗവത് സദ്യ നടത്തുന്നു. ഇങ്ങനെ ചെയ്യരുതാത്ത കാര്യങ്ങളെല്ലാം നടത്തുന്നു. എന്താണ് ഇതിലെ ആശയം നോക്കാം. ഭഗവാൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്നത് സർവ വസ്തുക്കളുടെയും ബീജമായിട്ടുള്ള ഒന്നാണ്. സർവബീജം പരബ്രഹ്മം കൃഷ്ണ ഇത്യഭിധീയത. സർവ്വതിൻ്റെയും ബീജമായിട്ടുള്ള പരബ്രഹ്മ തത്വത്തെയാണ് കൃഷ്ണൻ എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ പരമാത്മാവ് തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്ന് നാം മനസ്സിലാക്കുക. അപ്പം രുക്മിണിയാണ് എന്ന് ചോദിച്ചാലോ, നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ, ഈ പ്രപഞ്ചമാകുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള എനർജിയെ, ചൈതന്യത്തെ, ജീവാത്മാവിനെയാണ് രുക്മിണി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരാളാണോ ഈശ്വരനെ, പരമാത്മാവിനെ തൻ്റെ നാഥനായി സ്വീകരിക്കുന്നത്, സർവ്വതിനുമുള്ളതും അതുതന്നെയാണെന്ന് കരുതുന്നത്, അങ്ങനെ കരുതി ഭഗവാനെ, പരമാത്മാവിനെ, പരബ്രഹ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കല്യാണം ശുഭമേ വരികയുള്ളൂ. അതിനെപ്പോഴും നന്മയിലേക്ക് നയിക്കാൻ ഒരു ഗുരുതുല്യൻ ആവശ്യമാണ്. ഗുരുവിൻ്റെ സഹായത്തോടുകൂടി ആണ് ഇവിടെ രുക്മിണി ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ട ഉപദേശവും കാര്യങ്ങളും മാർഗനിർദ്ദേശവും നൽകുന്നത്. പക്ഷേ രുക്മിണിയെ തൻ്റെ രുക്മിണിയുടേതായ ശരീരമാകുന്ന ആ ഭീഷ്മകന് 5 പുത്രന്മാർ കൂടിയുണ്ട്. അവരവരുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴും രുക്മിണിയെ ജീവാത്മാവായി കാണുന്നതിന് പകരം കേവലം ഒരു ശരീരമായി കണ്ടുകൊണ്ട് അവളെ ശിശുപാലന്, അർത്ഥധാര പുത്രേഷണങ്ങളുടെ പ്രതീകമായ ശിശുപാലന് നൽകാൻ ആഗ്രഹിക്കുന്നു. രുക്മിണിയാകട്ടെ പരമാത്മ ചൈതന്യമായ ഭഗവാനിൽ എത്തിച്ചേരുവാൻ, സർവമംഗളകാരകനായ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്വൈനും അഖണ്ഡനും അചിന്ത്യനുമായ ഭഗവാനെ, അനാമികനും അരൂപകനുമായ ഭഗവാന്, സർവവ്യാപിത്വമുള്ള ആ ഭഗവാന് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മാംഗല്യം, ശുഭം തന്നെ കൈവരിക്കും. നമസ്തേ.